ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു കസ്റ്റമർ ഇപ്പോ ബിസിനസ്മാന് അയാൾ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ബിസിനസ്മാന് ഉണ്ടാവില്ല. എല്ലാവർക്കും എന്താണ് ഫുൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. അവർക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്, ബാങ്കിങ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ അവർക്ക് ബാങ്ക് ഒരു പാസ്ബുക്ക് കൊടുക്കും. ബിസിനസ്മാൻ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് ക്യാഷ് ബുക്ക്, ഡേ ബുക്ക്. ഡേ ബുക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, ഡേ ബുക്ക് ചെയ്യാൻ പഠിച്ചതാണ് അല്ല. അപ്പോൾ ക്യാഷ് ബുക്ക് ഓർ ഡേ ബുക്ക്, ഈ ക്യാഷ് ബുക്കില് ബിസിനസ്മാൻ എന്ത് ചെയ്യുന്നത് അവരുടെ ട്രാൻസാക്ഷൻ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് റെക്കോർഡ് ചെയ്യും. അതോടൊപ്പം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതും അവിടെ റെക്കോർഡ് ചെയ്യും. എവിടെ? ബിസിനസ്മാൻ അവരുടെ ക്യാഷ് ബുക്ക്. അതേസമയം ബാങ്ക് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പാസ്ബുക്ക്. പാസ്ബുക്ക് ബാങ്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ പാസ്ബുക്ക് എന്ത് ചെയ്യണം? കസ്റ്റമർ ബാങ്കിലേക്ക് എന്ത് ചെയ്യണം? ഷോ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? ബാങ്ക് പാസ്ബുക്കിൽ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോ അവിടെ ചില കസ്റ്റമർ ചിലർ പറയാറുണ്ട്, ഞാൻ ബാങ്കിലല്ലേ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കാണാനില്ല, ബാങ്കിൽ നോക്കുമ്പോൾ ഇല്ല പറഞ്ഞു. ഇയാൾ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ അത് ബാങ്കിൽ ഒന്നും ഇല്ല, എൻ്റർ ചെയ്തിട്ടില്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാല് ബാങ്കില് നമ്മൾ ചിലപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യും. നമുക്കൊരു കസ്റ്റമർ ചെക്ക് തന്ന് നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്ത്? നമുക്ക് മനസ്സിലായി ബാങ്കിൽ നമ്മുടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയി. പക്ഷെ ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ആവണമെങ്കിൽ ഈ ബാങ്കിന് കിട്ടിയ ചെക്ക് ഏത് ബാങ്കിന്റെ ചെക്കാണോ ആ ബാങ്കിൽ പോയിട്ട് കളക്ഷനായിട്ട് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുള്ളൂ? ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും. അതുവരെ ബാങ്ക് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തെന്നാല് നമ്മളോട് തന്നെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ചെറിയ ഡിഫറൻസ് വരും. ഒരു കുറെ ദിവസം അല്ല, ഒരാഴ്ച കാലം, മാക്സിമം ഒരാഴ്ച. ആ ഗ്യാപ്പിൽ ഇപ്പൊ നമ്മള് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് മന്ത് എൻഡിലാണ്. ഫോർ എക്സാമ്പിൾ 31st ഡിസംബറിലാണ് നമ്മൾ ചെയ്യുന്നത്. 31st ഡിസംബറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്ക് റീകൺസിലേഷൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നു. ആ ഡേറ്റിൽ നോക്കുമ്പോൾ നമ്മൾ 28th ഡിസംബറിനാണ് ഒരു ചെക്ക് എന്ത് ചെയ്തത്? ഇഷ്യൂ ചെയ്തത് ബാങ്കിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ബാങ്കിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത 28th ഡെപ്പോസിറ്റ് ചെയ്താല് ബാങ്ക് അത് കളക്ട് ചെയ്യുമ്പോൾ 1st ജനുവരി അല്ലെങ്കിൽ 2nd ജനുവരി ആവും. ഇവിടെ നാം ഇഷ്യൂ ചെയ്ത ചെക്ക് 2200, ഫോർ എക്സാമ്പിൾ 2200 ചെക്കാണ് ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ 31st ഡിസംബറിന് വരുമ്പോൾ എന്തായിട്ടില്ല? ഈ 2200 ചെക്ക് കളക്ട് ആയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ബാങ്ക് പാസ്ബുക്കിൽ എന്ത് ചെയ്യും? 2200 കുറവ് കാണിക്കും ക്യാഷ് ബുക്കിനേക്കാളും. ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്താണ്? ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഉടനെ എന്ത് ചെയ്ത് 2200 ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തായി കാണിച്ചു. ബാങ്ക് കോളം ഓഫ് ദി ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, അങ്ങനെ കുറെ ക്യാഷ് ബുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഇതിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ദാറ്റ് ഈസ് ബാങ്ക് കോളം ക്യാഷ് ബുക്ക്. അത് ബാങ്ക് കോളമാണ്, ക്യാഷ് കോളമാണ്. അപ്പൊ ബാങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്ക് കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ക്യാഷ് എൻ്റർ ചെയ്തു. അപ്പൊ നമ്മൾ ക്യാഷ് ബുക്കിൽ ഓൺ ദി സ്പോട്ടിന് എന്ത് ചെയ്തു? ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതോടെ എന്ത് ചെയ്തു? കാണിക്കുന്നു. പക്ഷെ ബാങ്ക് എന്ത് ചെയ്യുന്നില്ല? അത് കാണിക്കുന്നില്ല. ബാങ്ക് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ചെക്ക് ഏത് ബാങ്കിന്റെ ഫേവറബിൾ ആയിട്ടുള്ള ചെക്കാണെന്ന് കണ്ടെത്തിയിട്ട് അവരവിടെ പോയിട്ട് എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഗ്യാപ്പിൽ വരുന്ന ഡിഫറൻസ് 2200 ഡിഫറൻസ് ആണ്. ലൈക്ക് ദാറ്റ് ഒരുപാട് ട്രാൻസാക്ഷൻ നമുക്ക് പറയാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്സ്. ട്രേഡർ ഇഷ്യൂസ് ചെക്സ് ടു എ തേർഡ് പാർട്ടി. ഫോർ എക്സാമ്പിൾ, ഞാൻ അഫ്നാസ് എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ, എന്റെ കസ്റ്റമറാണ് അഫ്നാസ്. ഈ അഫ്നാസിന് ഞാൻ എന്ത് ചെയ്തത്? 2000 ചെക്ക് ഇഷ്യൂ ചെയ്തു. ബിസിനസ്മാൻ, ഞാൻ ബിസിനസ്മാൻ ആണ്. 2000 ചെക്ക് എന്ത് ചെയ്തു? അഫ്നാസ് എന്ന് പറഞ്ഞ സപ്ലയർക്കല്ല ഞാൻ ക്യാഷ് കൊടുക്കേണ്ടതുള്ളൂ. എന്റെ കസ്റ്റമറിന് ഞാൻ ക്യാഷ് കൊടുക്കേണ്ടതില്ല. ഓക്കെ, നിങ്ങൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്തു. അഫ്നാസ് എന്ന് പറഞ്ഞ സപ്ലയർ ഗുഡ്സ് സപ്ലൈ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? 2000 ചെക്ക് ചെയ്തു. ഓൺ ദി സ്പോട്ടിന് ഞാൻ എന്ത് ചെയ്താണ്? എന്റെ ബാങ്ക് കോളം ക്യാഷ് ബുക്കിൽ 2000
ബാങ്ക് ബാലൻസ് ലെസ് ആയിട്ട് കാണിച്ചു. ഞാനിപ്പോ ചെക്ക് ഇഷ്യൂ ചെയ്താൽ അഫ്നാസ് എന്ത് ചെയ്യും, ആ ചെക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിൽ പോയിട്ട് ചെക്ക് ക്യാഷ് വാങ്ങും. ക്യാഷ് വാങ്ങിയാൽ എന്റെ ബാങ്ക് ബാലൻസ് കുറയും. ഈ അസംഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഓൺ ദി സ്പോട്ടിന് എന്റെ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്തു, ക്യാഷ് ബുക്കിൽ മൈനസ് ചെയ്ത് കാണിച്ചു. ബട്ട് ഈ അഫ്നാസ് എന്ത് ചെയ്ത, ഈ ചെക്ക് കിട്ടിയ അഫ്നാസ് അയാൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ചെക്ക് കിട്ടിയ സന്തോഷത്തിൽ വീട്ടിൽ കൊണ്ടുപോയി. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് കളക്ട്. ആ 3 days ഇയാൾ കളക്ട് ചെയ്യുന്നതിനുള്ള 3 days എന്ത് ചെയ്യും, എന്റെ ക്യാഷ് ബുക്കും പാസ്ബുക്കും ഡിഫറൻസ് ആണ്. സോ യു ഹാവ് ടു മേക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ടു റീകൺസൈൽ ദി ക്യാഷ് ബുക്ക് ബാലൻസ് വിത്ത് ദി പാസ്ബുക്ക് ബാലൻസ്. പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും റീകൺസൈൽ, ദാറ്റ് ഈസ് മേക്കിംഗ് അഗ്രി. ഓക്കെ, ക്യാഷ് ബുക്ക് ബാലൻസിനും പാസ്ബുക്ക് ബാലൻസിന് അനുസരിച്ച് എന്ത് ചെയ്യാം, അഗ്രി ആക്കണം, ഈക്വൽ ആക്കുന്ന പ്രോസസ്സാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി ബിസിനസ്മാൻ ഓർ കസ്റ്റമർ ഓഫ് ദി ബാങ്ക് ടു റീകൺസൈൽ ദി ക്യാഷ് ബുക്ക് ബാലൻസ് വിത്ത് ദി പാസ്ബുക്ക് ബാലൻസ് ഓർ പാസ്ബുക്ക് ബാലൻസ് വിത്ത് ദി ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് പറയാം. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യത്യസ്ത കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാരണങ്ങളെ കൊണ്ട് ബാങ്ക് പാസ്ബുക്കും ക്യാഷ് ബുക്കും ഡിഫറൻസ് വന്നതിന് എന്ത് ചെയ്യുന്നു, മേക്കിംഗ് അഗ്രി ഓർ റീകൺസൈൽ ദി ബാങ്ക് പാസ്ബുക്ക് വിത്ത് ദി ക്യാഷ് ബുക്ക് ഈസ് നോൺ ആസ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് ചെയ്യുന്ന ആരാണ് ചെയ്യുന്നത്? കസ്റ്റമർ ഓഫ് ദി ബാങ്ക്, ബാങ്കിന്റെ കസ്റ്റമറാണ്. ഓക്കെ, ഓർ ബിസിനസ് മാൻ എന്നൊക്കെ പറയാം. ഓൺബോർഡിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യുന്നത് ആരാണ്? പ്രിപ്പയർഡ് ബൈ ദി കസ്റ്റമർ ഓഫ് ദി ബാങ്ക് ഓർ ദി ബിസിനസ് മാൻ എന്ന് പറയാൻ പറ്റും. ഈ റീസൺസ് നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക, ഡൗട്ട് ചോദിക്കണം. ക്ലാസ് ഓൺ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ റീസൺസിലേക്ക് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാവും, മനസ്സിലാവാത്തവർക്ക്. ഓക്കെ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ പറയാം. റീസൺസ് ഫസ്റ്റ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മൾ ചെക്ക് എന്ത് ചെയ്യുന്നു, തേർഡ് പാർട്ടിക്ക് എഴുതി കൊടുത്തു. ഞാനിപ്പോൾ പറഞ്ഞ അഫ്നാസിന് എഴുതി കൊടുത്ത കാര്യം പറഞ്ഞു. ചെക്ക് എഴുതി കൊടുത്തു, ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. അയാൾ എന്ത് ചെയ്തില്ല, പ്രസന്റ് ചെയ്തില്ല. അയാൾ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്താവും അവിടെ നമ്മുടെ ഡിഫറൻസ് വരും. ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് കാണിക്കും. ഓക്കെ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. 2500 ചെക്ക് ഞാൻ എഴുതി കൊടുത്തു. 2500 ചെക്ക് എഴുതി കൊടുത്തു. ദെൻ ഈ കിട്ടിയ ചെക്ക് കിട്ടിയ വ്യക്തി എന്ത് ചെയ്തു, അയാള് ബാങ്കിൽ പ്രസന്റ് ചെയ്തില്ല. ഓക്കെ, ബാങ്കിൽ പ്രസന്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അത് നമ്മുടെ പാസ്ബുക്ക് നമ്മളെ ബാങ്കിൽ നിന്ന് മൈനസ് ചെയ്യില്ല. അതവിടെ ക്യാഷ് ബുക്കിൽ ലെസ് ചെയ്ത് കാണിച്ചു. നമ്മൾ ഇഷ്യൂ ചെയ്ത ഉടനെ എന്ത് ചെയ്തു, ക്യാഷ് ബുക്കിൽ ലെസ് ചെയ്തു, പാസ്ബുക്കിൽ എന്ത് ചെയ്യുന്നു, അത് കൂടിയിട്ട് കാണിക്കുന്നു. സെക്കൻഡ് റീസണ്, ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ചെക്ക് പെയ്ഡ് ഇൻ എന്ന് പറയും. ചെക്ക് പെയ്ഡ് എന്ന സാറിന് ചെക്ക് പെയ്ഡ് ഇൻ ഓർ ചെക്ക് ഡെപ്പോസിറ്റഡ് എന്നൊക്കെ പറയാം. ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. നമ്മൾ ചെക്ക് ഇഷ്യൂ പെയ്ഡ് ചെയ്തു. ആർക്ക്? ബാങ്കിലേക്ക്. നമുക്ക് കിട്ടിയ ചെക്ക് നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് പറഞ്ഞല്ലോ. പെട്ടെന്ന് ബാങ്ക് എന്ത് ചെയ്യില്ല, ക്രെഡിറ്റ് ചെയ്യില്ല. എന്ത് ചെയ്യും, ബാങ്ക് ഏത് ബാങ്കിന്റെ ചെക്കാണെന്ന് പറഞ്ഞിട്ട് ആ ബാങ്കിലേക്ക് പോയിട്ട് അവിടുന്ന് ക്യാഷ് ആയ ശേഷം കളക്ട് ആയ ശേഷം എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുള്ളൂ. ദെൻ തേർഡ്ലി, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. ഇൻട്രസ്റ്റ് ബാങ്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബാങ്കിൽ എൻ്റർ ചെയ്യും. ബാങ്കിൽ പാസ്ബുക്കിൽ എൻ്റർ ചെയ്യും. പക്ഷെ നമ്മൾ അറിയില്ല, ക്യാഷ് ബുക്കിൽ അറിയാത്തതുകൊണ്ട് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറഞ്ഞു കാണിക്കും, പാസ്ബുക്കിൽ അത് കൂടി ഉണ്ടാവും. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് അതുപോലെ ബാങ്ക് എന്ത് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മളെ ബിൽഡിങ്ങിന്റെ റെന്റ് കളക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ബാങ്ക് ആയിരിക്കും. ബാങ്കിനൊക്കെ അഡ്രസ് ചെയ്യുന്ന ബാങ്കിനെ വന്ന് കളക്ട് ചെയ്യും. അങ്ങനെയാണ് ബാങ്ക് റെന്റ് കളക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബാങ്ക് ബാലൻസ് കൂടും. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെയിൽസ്മാൻ അറിയാത്തതുകൊണ്ട് ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്യുന്നില്ല. ദെൻ ബാങ്ക് ചാർജസ് എക്സെട്ര ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. ബാങ്ക് ചാർജസ് എന്ത് ചെയ്യും, ബാങ്ക് ഡെബിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ബാങ്കിനോട് പല കളക്ഷനും മറ്റും ഒക്കെ ബാങ്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ പേയ്മെന്റ് ഒക്കെ ബാങ്കിന് ലൈക്ക് ദാറ്റ്. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, നമ്മൾ ചാർജ് ഈടാക്കും. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ ഇത് കൊടുക്കുന്നത് തന്നെ ആർക്കാണ്, കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ്. അറിയാലോ, ബാങ്കിൽ എന്തൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്,
സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മളെ സാധാരണ ചെയ്യുന്ന സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് അല്ല. നമുക്ക് എടുക്കുന്ന ക്യാഷ് ഇടുക, ക്യാഷ് എടുക്കാം, അത് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യാറുള്ളത്. ദെൻ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് മാൻ അക്കൗണ്ട് ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ടിൽ ബിസിനസ്സിന് ബാങ്കിന് എന്തില്ല, ബെനിഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ബിസിനസ് മാൻ ക്യാഷ് എന്ത് ചെയ്യും, ഡെയിലി ബാങ്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും, പെട്ടെന്ന് ക്യാഷ് എന്ത് ചെയ്യും, ബിസിനസ്സിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബാങ്കിന് നോ ബെനിഫിറ്റ്. സോ ബാങ്ക് കളക്ട് സം ചാർജ്, ദാറ്റ് ഈസ് ബാങ്ക് ചാർജസ്. അവിടെ ബാങ്ക് എന്ത് ചെയ്യും, ഈ കസ്റ്റമറിൽ നിന്ന് ബാങ്ക് ചാർജസിന് ചെറിയൊരു എമൗണ്ട് ഈടാക്കും. അങ്ങനെ ബാങ്ക് ചാർജസ് കളക്ട് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാൽ ബാങ്ക് ചാർജസ് ഈടാക്കുമ്പോൾ അത് ബിസിനസ് മാൻ അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അയാൾ ക്യാഷ് ബുക്കിൽ ഇത് എൻ്റർ ചെയ്യുന്നില്ല, ബാങ്ക് ബാലൻസ് കുറയും. ഇയാൾ അറിയാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് ബുക്ക് അതിൽ എൻ്റർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ചാർജസ് ചെക്ക് ക്രെഡിറ്റഡ് ബട്ട് ഡിസ്കൗണ്ടഡ്. നമ്മൾ ചെക്ക് ക്രെഡിറ്റ് ചെയ്തു, ചെക്ക് ക്രെഡിറ്റ് ചെയ്ത് എന്ത് ചെയ്ത് ബാങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂട്ടി കാണിച്ചു. ദെൻ പെട്ടെന്ന് ബാങ്ക് ആ ചെക്ക് എന്തൊക്കെ ഡിസ്കൗണ്ടറായി ബാങ്ക് പേയ്മെന്റ് വേണ്ടി പോയപ്പോൾ ഡിസ്കൗണ്ടറായി. ബിൽസ് ഡിസ്കൗണ്ടർ ആവാം, അതുപോലെ തന്നെ ചെക്ക് ഡിസ്കൗണ്ടർ ആവാം. അങ്ങനെ ഡിസ്കൗണ്ടർ ആയ ഓൺ ദി സ്പോട്ടിന് ബാങ്ക് എന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയും, പാസ്ബുക്കിൽ കുറഞ്ഞു. ബട്ട് ബിസിനസ് മാൻ അറിയുമ്പോൾ സമയം മതി, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യുന്നില്ല, അത് ആഡ് ചെയ്യുന്നില്ല. ദെൻ ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ദി ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമേഴ്സ്. ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ദി ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമേഴ്സ്. ഞാൻ ബിസിനസ് മാൻ ആണല്ലോ, എനിക്ക് തരാനുള്ള ക്യാഷ് എന്ത് ചെയ്യുന്നത്, എൻ്റെ കസ്റ്റമർ എൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എനിക്കറിയില്ല, എൻ്റെ ക്യാഷ് ബുക്കിൽ ഇത് എൻ്റർ ചെയ്യുന്നില്ല. അതേസമയം പാസ്ബുക്കിൽ എന്ത് ചെയ്യുന്നു, എൻ്റെ ബാങ്ക് ബാലൻസ് കൂടുന്നു. ദെൻ പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമറിന് വേണ്ടി ബാങ്ക് എന്ത് ചെയ്യാണ്, പേയ്മെന്റ് ചെയ്യാണ്. പേയ്മെന്റ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമറിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ബാങ്ക് പേയ്മെന്റ് മേക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെയും എന്ത് ചെയ്യും, ബാങ്ക് ബാലൻസ് കുറയും. ദെൻ ബിസിനസ് മാൻ ക്യാഷ് ബുക്കിൽ ഇത് എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നില്ല. ദെൻ ഡിസ്കൗണ്ടർ ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദി ബാങ്ക്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതും കൂടിയാണത്. ഡിസ്കൗണ്ടർ ഓഫ് എ ബിൽ ബട്ട് ഇറ്റ് വിൽ ബി ഡിസ്കൗണ്ടഡ്. അത് നീ ഡിസ്കൗണ്ടർ ആവും, ടൈമിന് പോയിട്ടാണോ കസ്റ്റമർ അവർ എന്ത് ചെയ്യുന്ന ക്യാഷ് പേ ചെയ്യാത്ത വരും. അപ്പൊ നീ എൻ്റെ ബാങ്ക് ബാലൻസ് കുറയും, എനിക്കറിയുന്നില്ല, അതുകൊണ്ട് ക്യാഷ് ബാലൻസ് കൂടിയിട്ടുണ്ടാവും. ദെൻ എറേഴ്സ് ഓഫ് ഒമിഷൻസ്. പിന്നെ എന്ത് ചെയ്യാം, ക്ലറിക്കൽ മിസ്റ്റേക്സ് ആഡ് ചെയ്യുന്നില്ല ഉണ്ടാവുന്ന ഒമിഷൻസ്, ക്യാഷ് ബുക്കിലോ അല്ലെങ്കിൽ പാസ്ബുക്കിലോ ഉണ്ടാകുന്ന ഒമിഷൻസ് കാരണങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇതിനെ ബാധിക്കാം. അപ്പൊ ഇത് വന്നാൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, റീകൺസിൽ ചെയ്യാം, മേക്കിംഗ് അഗ്രി എങ്ങനെ അഗ്രി ആക്കാം, ഇതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് എന്താണ് തരുന്നത് നോക്കാം. ഫസ്റ്റ് ഇൻഫോർമേഷൻ തരിക. നമുക്ക് തരുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അവർ ഇൻഫോർമേഷൻ തരും. എന്താണ് ഇവിടെ ഒന്ന്, ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോബ്ലം നോക്കുന്നുണ്ട്. 12th പ്രോബ്ലം, പ്രിപ്പയർ ബാങ്ക് റീകൺസിൽ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 26,000. പാസ്ബുക്ക് അനുസരിച്ചുള്ള ബാങ്ക് ബാലൻസ് 26,000 ആണ്. ഇവിടെ നമുക്ക് 4 രീതിയിലുള്ള ബാലൻസ് നമുക്ക് തരും. ഒന്ന് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, അത് നിങ്ങളെ കുറിച്ചിടുക, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. സെക്കൻഡ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ദെൻ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. എല്ലാവരും എൻ്റർ ചെയ്യാം. ഒന്ന് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഒരു പ്രോബ്ലം എടുത്തിട്ടുണ്ട്, 12th പ്രോബ്ലം. എല്ലാവരും പ്രോബ്ലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഷ് എല്ലാവരും പ്രോബ്ലം ഉണ്ടാവല്ലേ കുട്ടികളുടെ കയ്യില്? സർ. ഓക്കെ ഓക്കെ, 12th പ്രോബ്ലം നോക്കാം. നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രോബ്ലം എന്ന് പറയാൻ നോട്ടല്ല പക്ഷേ ക്വസ്റ്റ്യൻ, അവരെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് അവർ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ ബാങ്ക്. ഓക്കെ, കയ്യിലുണ്ടല്ലോ സംഭവം? ഉണ്ട് ഉണ്ട്. അവിടെ ഫോർമാറ്റ് തൊട്ട് മുമ്പത്തെ പേജിൽ തന്നിട്ടുണ്ട്. ഫോർമാറ്റ് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങള്? SR നമ്പർ, പാർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, അത് വെച്ച് നമുക്കൊന്ന് ചെയ്യാൻ നോക്കാം. നമുക്ക്
ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ്. ആ ഫോർമാറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ബാർ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നത് എന്താണോ അതാണ് കാണിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ബാലൻസ് ചെയ്ത് തരും. ഒന്നുകിൽ ബാലൻസ് പാസ്ബുക്ക് ആസ് പെർ പാസ്ബുക്ക് വരും, അല്ലെങ്കിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് വരും. ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ തൽക്കാലം ഇപ്പൊ ചിന്തിക്കേണ്ട, അത് പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഇപ്പൊ എടുക്കുന്നത് 12th പ്രോബ്ലത്തിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. എത്രയാണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തന്നിട്ടുള്ളത്? ഫസ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമ്മൾ എഴുതാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ്? 9,400. ഇല്ല, 9,400 കാണിച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. എല്ലാവരും ഒന്നിച്ച് വരുന്നുണ്ടല്ലോ. B. During the month, total amount of rupees 12,400 was deposited into the bank, out of which one check of rupees 1,500 was entered in the passbook on 2nd April 2004. Okay, ഇത് ചെറിയ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. ശരിക്കും പ്രോബ്ലം ശ്രദ്ധിക്കാം. 12,400 ചെക്ക് എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അത് 1,500 ചെക്ക് എൻ്റർ ചെയ്ത് പാസ്ബുക്ക് ഏപ്രിൽ 2 അപ്പൊ 1,500 പ്രോബ്ലം നമുക്ക് ചർച്ച ചെയ്യല്ലോ. 12,400 നമുക്ക് ആവശ്യമില്ല. ഓക്കെ, 12,400 ചെക്ക് നമ്മൾ മാസത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ മാസം ടോട്ടലായിട്ട്. അതിൽ 1,500 ചെക്കിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കഷൻ. ആ 1,500 ചെക്ക് എൻ്റർ ചെയ്തത് എപ്പോഴാണ്? ഫെബ്രുവരിയിലാണല്ലേ പറഞ്ഞ, ഏപ്രിലാണ്. ഏപ്രിൽ 2004 നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് മാർച്ച് 21 മാർച്ച് 2004 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഫ്രം ദി ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ് ഓഫ് ബിസിനസ് കൺസേൺ പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ 31 മാർച്ച് 2004. അപ്പൊ 31 മാർച്ച് 2004 നമ്മൾ ചെയ്യുന്നു. ഇവിടെ 2nd ഏപ്രിലാണ് എന്ത് ചെയ്തത്? ആ 1,500 ചെക്ക് എൻ്റർ ആയെന്ന് പറയുന്നത്. അപ്പൊ 1,500 ചെക്ക് എന്തായിട്ടില്ല? സമയത്തിന് പാസ്ബുക്കിൽ എൻ്റർ ആയിട്ടില്ല. എവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് വരിക? മനസ്സിലായിട്ടാ സർ? ക്വസ്റ്റ്യൻ മനസ്സിലായ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12,400 ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അതില് 1,500 ചെക്ക് ബാങ്ക് എൻ്റർ ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് ഏപ്രിൽ 2 അപ്പൊ ഇവിടെ എന്താവും? 1,000 ഡിഫറൻസ് വരും. ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ 1,500 ഡിഫറൻസ് വരിക. 1,400 ചർച്ച ചെയ്യില്ല നമുക്ക്. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യണ്ടില്ല. ഓൺലി 1,500 എന്തായി? പാസ്ബുക്കിൽ കൂടിയതല്ലേ? ചെക്ക് ഡെപ്പോസിറ്റ് പാസ്ബുക്കിലല്ല, ക്യാഷ് ബുക്കിൽ കൂടി. കറക്റ്റ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബിസിനസ് മാൻ ആണല്ലോ. ക്യാഷ് ബുക്കിൽ കൂടി. ക്യാഷ് ബുക്കിൽ 1,500 കൂടി. പാസ്ബുക്കിൽ എന്തായിട്ടില്ല? കൂടിയിട്ടില്ല. ക്യാഷ് ബുക്കിൽ കൂടി 1,500. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോ പ്ലസ് ആക്കണം. റോങ്, ലെസ് ആക്കണം. കാരണം നമ്മൾ എവിടെയുള്ള ഇപ്പൊ ക്യാഷ് ബുക്കിലല്ല, നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ ഈ മെസ്സേജ് ഇട്ടാൽ എന്ത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയില്ല. കറക്റ്റ് പറഞ്ഞാലേ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ബുക്ക് വരച്ചിട്ടുണ്ട്, അതിൽ ബാലൻസ് കാണിച്ചിട്ടുണ്ട്. എത്രയാണ് ബാലൻസ് കാണിച്ചിട്ടുണ്ട്? 9,400. അത് മനസ്സിലായില്ല എല്ലാവർക്കും? 9,400 ബാലൻസ് കാണിച്ചു. ഇപ്പൊ പറഞ്ഞ ശേഷം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ പറയണ്ട എടുത്ത് ചെക്ക് 12,500 ചെക്ക് 400 ചെക്ക് അല്ല, കറക്റ്റ് അല്ല. 12,400 ചെക്ക് എന്ത് ചെയ്തു? ബി ആണ് ക്വസ്റ്റ്യന് വായിക്കുന്നത്. 12,400 ചെക്ക് എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. അതില് 1,500 ചെക്ക് എൻ്റർ ചെയ്തത് 2nd ഏപ്രിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നപ്പോഴാണ് 31 മാർച്ചിലാണ്. ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഓൺ 31 മാർച്ച് 2004 അതിലാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ്, ഈ ഡേറ്റിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഡേറ്റ് വരെ എന്തായിട്ടില്ല? 1,500 എന്തായിട്ടില്ല? പാസ്ബുക്കിൽ എൻ്റർ ആക്കിയിട്ടില്ല എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 12,400 ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അതെല്ലാം എന്ത് ചെയ്തു? ബാങ്ക് എൻ്റർ ചെയ്തു, ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തു.
ബട്ട് 1500 ചെക്ക് വാസ് എൻറ്റർഡ് ഓൺ 2nd April. 2nd April എന്ന് പറഞ്ഞാല് ഇതിന് ശേഷമാണ്. 31st മാർച്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഡേറ്റിന് എന്തായിട്ടില്ല, എൻ്റർ ആയിട്ടില്ല. അപ്പൊ എന്താ ഇവിടെ ക്യാഷ് ബുക്കിൽ ഓവർ കാണിക്കുന്നുണ്ട് ദാൻ ദാറ്റ് ഓഫ് പാസ്ബുക്ക്. പാസ്ബുക്കിനേക്കാളും കൂടുതൽ കാണിക്കുന്നുണ്ട്, പാസ്ബുക്കിൽ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ ലെസ് ആക്കുക, അല്ലെങ്കിൽ പാസ്ബുക്കിൽ ആഡ് ആക്കുക. നമുക്ക് ഇവിടെ പാസ്ബുക്കിൽ അല്ല തന്നിട്ടുള്ളത്, ക്യാഷ് ബുക്കാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ ലെസ് ചെയ്യാനേ പറ്റൂ. ക്ലിയർ? അപ്പൊ ഇത് ലെസ് ചെയ്യണം. അപ്പൊ ലെസ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ചെയ്യണ്ടല്ലോ, എല്ലാം അടയാളപ്പെടുത്തിക്കോ. ബിക്ക് നോക്കാം. During the month, check for rupees 15,000 were drawn in favor of creditors. On of the creditors, check for rupees 6,500 was encashed on 4th April only. Okay. During the month, question mark വന്നിട്ടില്ല നിങ്ങള്? ഇവിടെയും 6,500 ചർച്ച ചെയ്തു. നമുക്ക് 15,000 ക്യാഷ് ചെക്ക് എന്ത് ചെയ്തു? For this 15,000 was drawn in favor of creditors. Creditors നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തതാണ്. ഓക്കെ, ഇഷ്യൂഡ് ആണ്, ചെക്ക് ഇഷ്യൂഡ് ആണ്. ഇവിടെ ഇഷ്യൂഡ് പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞ ഡ്രോൺ സംഭവമാണ്. ചെക്ക് എന്ത് ചെയ്തു? ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്തു 15,000 ചെക്ക്. അതില് one of the creditors check for rupees 6,500 was encashed on 4th April only. അതില് 6,500 ചെക്ക് അവൾ ക്യാഷ് ആക്കിയത് എപ്പോഴാണ്? 4th April അപ്പൊ ആ 6,500 ക്യാഷ് ഉണ്ടാവും, ചെക്ക് ഉണ്ടാവും, ക്യാഷ് ബുക്കില് കുറഞ്ഞു കാണിക്കും. കറക്റ്റ്? ആ, ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞു കാണിക്കുമല്ലോ. ഈ 6,500 ചെക്ക് നമ്മൾ എന്ത് ചെയ്തു? കസ്റ്റമറിന് സപ്ലയറിന് ഡ്രോൺ ചെയ്ത ചെക്കാണ് 15,000 ചെക്ക്. അതിൽ 6,500 ചെക്ക് എന്ത് ചെയ്യുന്നു? 4th April പറയുന്നത്. എന്ന് പറഞ്ഞാൽ 6,500 ക്യാഷ് സപ്ലയർ പോയിട്ട് ക്യാഷ് വാങ്ങിയിട്ടില്ല, ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പൊ എന്താ ചെയ്യും? നമ്മുടെ പാസ്ബുക്കിൽ ബാലൻസ് കൂടിയിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണമെങ്കിൽ മൈനസ് മൈനസ് ആക്കിയാല് എവിടെയാ മൈനസ് ആക്കുന്നത്? ക്യാഷ് ബുക്കിൽ മൈനസ് ആയിട്ടുള്ളത് ക്യാഷ് ബുക്ക് മൈനസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ആക്കണം, ക്യാഷ് ബുക്കിൽ തന്നെ ആഡ് ആക്കണം. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ക്യാഷ് ബുക്കിലാണ്. മുമ്പത്തെ പ്രവർത്തനം നമ്മൾ പാസ്ബുക്കിൽ ഉണ്ടായിരുന്നെ, ഇപ്പോൾ ക്യാഷ് ബുക്കിലാണ്. ഓക്കെ, ചെക്ക് ഇഷ്യൂ ചെയ്തു, ക്യാഷ് ബുക്കിൽ കുറഞ്ഞു. അപ്പൊ ഈക്വൽ ആക്കാൻ ഇപ്പൊ എന്ത് ചെയ്യാ? ആഡ് ആഡ് ചെക്ക് ഡ്രോൺ ഓർ ഇഷ്യൂഡ്. എങ്ങനെ എഴുതാം? ചെക്ക് ഡ്രോൺ എടുത്താന്ന പോലെ നമുക്ക് എഴുതാണ്. ചെക്ക് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് സപ്ലയർ നോട്ട് ക്യാഷ്ഡ്. ഓക്കെ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെക്ക് ഇഷ്യൂഡ് ബട്ടണോട് പ്രസ് എടുന്ന് എഴുതിയാലും മതി. ഓക്കെ, ഞാനിവിടെ തന്ന ട്രാൻസാക്ഷൻ അങ്ങനെ എഴുതി. ഇതിനെക്കൊണ്ടാണ് 6,000 ഫസ്റ്റ് കോളത്തിൽ നമ്മൾ കാണിക്കാം 6,500. ക്ലിയർ? 9,400 ആണ് ബാലൻസ് ഓൾറെഡി ഉണ്ടായിരുന്നത്. അതിനൊന്നിച്ച് 6,500 ഇപ്പൊ നമ്മൾ കാണിക്കുന്നു, ആഡ് ആയിട്ട് കാണിക്കുന്നു. റെഡി? നെക്സ്റ്റ് ഡി. സി മനസ്സിലായില്ല എല്ലാവർക്കും? സർ ആ, ഒരു ഡൗട്ട് ഉണ്ട് സർ. ചോദിച്ചോളൂ. ഈ ഫസ്റ്റ് ബാങ്ക് ബാലൻസ് ഇല്ലേ, അത് സെക്കൻഡ് കോളത്തിലല്ലേ ഇതണ്ടേ? സെക്കൻഡ് കോളത്തിൽ എഴുതിയിട്ടുണ്ട്. അതെ, ഇപ്പൊ 6,500 ഫസ്റ്റ് കോളത്തിൽ. അത് ഈ ഫസ്റ്റ് കോളത്തിൽ ഇരുന്ന് ഫുള്ള് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും കാൽക്കുലേഷന്റെ കോളം മാത്രമാണ്. ബാങ്ക് ബാലൻസ് വരുന്നത് സെക്കൻഡ് കോളത്തിൽ തന്നെയല്ലേ? എല്ലാം ബാലൻസ് നമ്മൾ കാണിക്കുന്ന എല്ലാം സെക്കൻഡ് കോളത്തിൽ. ഫസ്റ്റ് കോളം ചെയ്യുന്നത് ഓൺലി ഫോർ കാൽക്കുലേഷൻ. ഓക്കെ സർ. അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട സാധനം ഐറ്റമും ലെസ് ചെയ്യേണ്ട ഐറ്റവും എഴുതിയിട്ട് ഔട്ടർ കോളം കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് ലെസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. Then C കഴിഞ്ഞു. അതിന് D. A debtor has deposited directly into the bank rupees 9,000. The same was not recorded in the cash book. പറഞ്ഞിട്ടല്ലോ, a debtor has deposited directly into the passbook, into the bank. നമ്മളെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു കസ്റ്റമർ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എവിടെ അഡ്ജസ്റ്റ്മെന്റ് വരും?
കസ്റ്റമർ ക്യാഷ് ബുക്കിൽ ആഡ് ആക്കണം. സാർ ക്യാഷ് ബുക്കിൽ ആഡ് ആക്കേണ്ടതല്ലേ? ക്യാഷ് ബുക്കിൽ ആഡ് ആക്കേണ്ടതല്ലേ? ആഡ് ആക്കണോ ലെസ് ആക്കുന്നോ ചോദിച്ചാൽ എവിടെ അഡ്ജസ്റ്റ്മെന്റ് വരിക? ഇത് പാസ്ബുക്കിലല്ലേ വരുന്നത്? പാസ്ബുക്കിൽ ബാലൻസ് കൂടും അല്ല, നമ്മളെ അക്കൗണ്ട് ബാലൻസ് ബാങ്കിൽ കൂടും. അപ്പൊ ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? റംസാൻ പറഞ്ഞ പോലെ ആഡ് ചെയ്യണം. കറക്റ്റ് അല്ല? ആഡ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ. ആ നാട്ടിലേക്ക് തന്നെ. ഓക്കെ, കസ്റ്റമർ എത്ര എമൗണ്ട് ആണ്? 9,000 അല്ല? കറക്റ്റ്. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ ദി കസ്റ്റമർ. ഡയറക്റ്റ് കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ 9,000 നമ്മൾ എന്ത് ചെയ്തു? പാസ്ബുക്കിൽ കൂടി. സോറി, ഇവിടെ ക്യാഷ് ബുക്കിൽ കൂട്ടാം. പാസ്ബുക്കിൽ കൂടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇപ്പൊ നമ്മൾ ക്യാഷ് ബുക്കിൽ കൂട്ടി. ഇനി ആസ് പെർ ദി അഗ്രിമെന്റ്, ഈ ആണ് ക്വസ്റ്റ്യൻ. ആസ് പെർ ദി അഗ്രിമെന്റ്, bank paid insurance premium of rupees 2,000 on behalf of the customer, but no entry was recorded in the cash book. As per agreement, bank paid insurance premium. Bank നമ്മൾ എന്ത് ചെയ്തു? ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. ഇത് എവിടെ അഡീഷൻ വരുന്നു? ഇത് അഡീഷണൽ ക്യാഷ് ബുക്കിൽ. ബാങ്കിൽ അല്ല സാർ. അപ്പൊ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ആക്കിയിട്ടാലോ? ഇല്ല, ആക്കില്ല. അതന്നെ പറഞ്ഞ. അപ്പൊ ആഡ് ആക്കേണ്ടത് നമ്മ ഇല്ലല്ല, ക്യാഷ് ബുക്കിലല്ലേ? ആഡ് എന്നല്ല, എവിടെ അഡീഷൻ വരിക? പാസ്ബുക്കില്. പാസ്ബുക്കിൽ കുറെ കൂടോ? പാസ്ബുക്കില് കൂടിയിട്ട് നമ്മളെ പേയ്മെന്റ് ബാങ്ക് കടക്കുമ്പോ നമ്മളെ ഇൻഷുറൻസ് പ്രീമിയം ബാങ്ക് അടക്കുന്നു. അപ്പൊ അതെ, നമ്മളെ ബാങ്ക് ബാലൻസ് കുറയും. അപ്പൊ നമ്മൾ ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ മൈനസ് ആക്കണം. യെസ്, വെരി ഗുഡ്. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യുക? അത് ലെസ് ആക്കുക. അപ്പൊ ലെസ് ആക്കേണ്ട പ്രോബ്ലം ആണ് ഈ. ഓക്കെ, അപ്പൊ ആഡ് 2 കഴിഞ്ഞു. ആഡ് 2 മാത്രമാണ് കാണിച്ചു തമ്മ അല്ല? ഒന്ന്, ചെക്ക് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് സപ്ലയർ നോട്ട് ക്യാഷ്ഡ്. സെക്കൻഡ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ. ചെക്ക് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് സപ്ലയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആണത്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ തന്നതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അത് ശരിക്കും ശ്രദ്ധിക്കണം. അത് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു സെന്റൻസ് കാണുമ്പോൾ. ഓക്കെ, ചെക്ക് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് സപ്ലയർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം. സപ്ലയർക്ക് നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുകയാണ്, ഡ്രോ ചെയ്യാൻ. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതെന്നാണ് വിഡ്രോൺ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് എഴുതി കൊടുത്തു എന്നാണ്. അത് ഇയാൾ മാത്രം ക്യാഷ് വാങ്ങിയില്ല. 6,500 എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ? രണ്ടും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന ഐറ്റം കഴിഞ്ഞല്ലോ. ഇനി 2 ലെസ് ചെയ്യാനല്ലോ. സാർ ഇപ്പൊ ലെസ് അല്ലേ? ഇത് 2 ഇതാക്കട്ടെ സാർ. 9, 15, 500 അല്ല? 15,500 എന്ത് ചെയ്യാമോ? ആഡ് ചെയ്ത് ഇവിടെ കാണിക്കാം. 9,000 6,500 15,500 ടോട്ടൽ ചെയ്യാം. 15,500 കിട്ടി. ഓക്കെ, അപ്പൊ 9,000 15,500 എത്ര കിട്ടും? അങ്ങനെ 24,900 അല്ല? ഇനി അത് ടോട്ടൽ 9,400 24,900. 9,400 ഓൾറെഡി ഉണ്ട്. അതിന്റെ ഒന്നിച്ച് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് ഈ 2 ഐറ്റം എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് ആഡ് ചെയ്യുന്നു. 15,500 ടോട്ടൽ 24,900. ഓക്കെ, ഇനി നമുക്ക് ലെസ് ചെയ്യാം. ലെസ് ചെയ്യാനുള്ള ഐറ്റം കാണിക്കാം നമുക്ക്. ലെസ് എന്തൊക്കെയാ ലെസ് ചെയ്യാനുള്ളത്? ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഒന്ന്, മറ്റേ ഡ്യൂറിംഗ് ദി മന്ത് ടോട്ടലോ ചെക്ക് ഫോർ rupees 15,000 വാസ് ഡ്രോൺ. അത് അതല്ല മറ്റേ സാർ. ഇത് സാർ BBS കറക്റ്റ്. ഡ്യൂറിംഗ് ദി മന്ത് 500 ഡെപ്പോസിറ്റഡ്. അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ്. എത്ര എമൗണ്ട്? 1,500. 12,400 എടുക്കരുത്. അത് ടോട്ടൽ കാര്യം പറഞ്ഞാണ്. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നെ. ഓൺലി 1,500 നമുക്ക് എന്തല്ലോ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് അടിച്ചിട്ടുണ്ട്. ആസ് പെർ ദി അഗ്രിമെന്റ് ബാങ്ക് പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം
അപ്പോ ലെസ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക്. എത്ര എമൗണ്ട്? 2000. ഓക്കെ, 1500 ആൻഡ് 2000 ടോട്ടൽ ചെയ്യാം. ഇവിടെ കാണിക്കാം 500. 2000 minus 1500 അല്ലേ? ഇത് രണ്ടും മൈനസ് ചെയ്യേണ്ടതാണ്. 2000 plus 1500 minus 24,900 അല്ലേ? 21,400 sir. മനസ്സിലായില്ലേ റംസാൻ? ഇല്ല സർ. 2000 എന്ന് ഓർക്കണ്ടല്ല സർ. അത് രണ്ട് പ്ലസ് ആക്കണ്ടത്, മൈനസ് ആക്കണ്ടേ? എന്നിട്ട് ടോട്ടൽ ഒന്ന് മൈനസ് ആക്കാം. ഓക്കെ, റംസാൻ മനസ്സിലായില്ല? 21,400 അല്ലേ സർ? ഓക്കെ, 21,400. 9,000 minus 500, 400. 4 minus 3, 1. ഓക്കെ, 21,400. ഇതാണ് എന്ത് ഇപ്പൊ കിട്ടിയതാണ് എന്ത്? മറ്റേ ബാങ്ക് ബാലൻസ് ആസ് പെർ ഇപ്പൊ കിട്ടിയതാണ് ബാങ്ക് ബാലൻസ് ആസ് പെർ വെരി ഗുഡ്. ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. യെസ്, കറക്റ്റ്. ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, ക്ലിയർ ആയില്ല? ഇവിടെ നമ്മൾ നോക്ക്, ചെക്ക് ഡ്രോൺ ഓർ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആണ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ്, 6,500. അത് തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്നായിട്ടുണ്ട്, ലെസ് ആക്കിയിട്ടുണ്ട് 300. തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിൽ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് അതേ ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നമ്മൾ ആഡ് ആക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്യുന്ന ഐറ്റം ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ ലെസ് ആയിരിക്കും. അങ്ങനെ ഓർമ്മിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അവിടെ ആഡ് ചെയ്ത ഐറ്റം ഒക്കെ ഇവിടെ നിന്നായിരിക്കും ലെസ് ആയിരിക്കും. ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ നമ്മൾ ആഡ് ചെയ്ത ഐറ്റം ഒക്കെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ ലെസ് ആയിരിക്കും. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്ത ഐറ്റം ഒക്കെ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ ലെസ് ആയിരിക്കും. അത് പ്രത്യേകം മനസ്സിലായില്ല? മനസ്സിലായി സർ. പാസ്ബുക്കിൽ പ്ലസ് ഉള്ളതല്ലോ, ക്യാഷ് ബുക്കിൽ മൈനസ് ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ അതേപോലെ ആയിരിക്കും, ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ്. യെസ്.